എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഭക്ഷണശേഷം ഉടനെ വ്യായാമം ചെയ്യാമോ, കഠിന ജോലികളിൽ ഏർപ്പെടാമോ എന്നതിനെ കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, ഭക്ഷണം കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കഴിഞ്ഞ് വേണം യോഗ ചെയ്യാൻ, ജിമ്മിൽ പോകുന്നതിന് മുൻപ് എത്ര മണിക്കൂർ ഗ്യാപ്പ് വേണം, എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ പോകേണ്ടത്. ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ട് ഞാൻ ഇന്ന് ഈ സന്ദർഭത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. ഏത് തരത്തിലുള്ള കഠിന ജോലികളാണെങ്കിലും ഭക്ഷണശേഷം ഒരു 3-3.5 മണിക്കൂറുകൾക്ക് ശേഷമേ അത് ചെയ്യാവൂ. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവരും യോഗ ചെയ്യുന്നവരും മറ്റു കളികളിൽ ഏർപ്പെടുന്നവരൊക്കെ ഈ നിയമം പാലിച്ചാൽ നമ്മുടെ ശരീരത്തിന് തന്നെയായിരിക്കും അതിൻ്റെ നേട്ടങ്ങൾ വരുന്നത്. കാരണം ഭക്ഷണം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന സമയമാണ്. ഹൃദയം കൂടുതൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഹൃദയത്തിൽ നിന്നും ദഹനേന്ദ്രിയങ്ങളിലേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ പേശികൾക്ക് അധ്വാനം കൊടുത്തുകൊണ്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാൽ പേശികൾക്ക് ഉത്തേജനം നൽകുവാനായിട്ട് കൂടുതൽ ഊർജം പേശികളിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ആവും. അപ്പോഴാണ് പുളിച്ചത് കെട്ടലും ഏമ്പക്കം നെഞ്ചരിച്ചില് ഹാർട്ട് ബേൺ എന്നൊക്കെ പറയില്ലേ, നെഞ്ച് വന്ന് വീർക്കുന്നു, നെഞ്ചിലേക്ക് ഗ്യാസ് വരുന്നു, വയറ് വീർക്കുന്നു, വയറ് കമ്പിക്കല്, ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾക്കൊക്കെ കാരണം നമ്മുടെ വീണ്ടുവിചാരമില്ലാത്ത ഇതുപോലുള്ള പ്രവൃത്തികളാണ്. കുട്ടികളെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. അവർ ഊണ് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് പോയി. സ്കൂളിലാണെങ്കിലും ഊണ് കഴിഞ്ഞാൽ പിള്ളേർ കളികളായി, ഓട്ടായി, ചാട്ടായി. പക്ഷെ മുതിർന്നവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ വന്ന് നടക്കുന്നതിന് വിരോധമല്ല. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിഞ്ഞ 20 മിനിറ്റോ 10 മിനിറ്റോ നമ്മുടെ സമയം പോലെ ആ സാഹചര്യം അനുസരിച്ച് അല്പനേരം നടക്കുന്നത് നല്ലത് തന്നെ. അല്ലാതുള്ള വ്യായാമങ്ങളൊക്കെ 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞേ ചെയ്യാവൂ. യോഗയിലാണെങ്കിൽ ലഘു വ്യായാമങ്ങളും പ്രാണായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, 1.5 മണിക്കൂർ കഴിഞ്ഞൊക്കെ ചെയ്യാം. അല്ലാതുള്ള കഠിന വ്യായാമങ്ങളെല്ലാം ഒരു 3 മണിക്കൂറിന് ശേഷമേ ചെയ്യാവൂ. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവര്, ജിമ്മിൽ വർക്കൗട്ടിന് പോകുന്നവര് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ എടുത്തു പോവുകയാണ്, ബൈക്കൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പൊ ആ യാത്രയും അവിടെ ചെന്നുള്ള പരിശ്രമവും ഒക്കെ കൂടി കഴിയുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ ആകെ താറുമാറാകും. അതിനിടവരരുത്. അത് സ്ട്രോക്കിന് പോലും കാരണമാകും. ഒട്ടനവധി വാർത്തകൾ നമ്മൾ വായിക്കാറില്ലേ, കളികൾക്കിടയിൽ കുഴഞ്ഞു വീണു. അതിലേക്ക് ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ചാൽ പെട്ടെന്നുള്ള അസ്വസ്ഥതകൾ, സ്ട്രോക്ക്, മോഹാലസ്യം, തളർന്നു വീഴില്, പാരലൈസായി പോവുക, അങ്ങനെയൊക്കെ വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ജോലികളെ ഏർപ്പെടുന്ന ലേബർ വർക്കേഴ്സിന് കൂടി വന്ന 1/2 മണിക്കൂറേ കിട്ടുള്ളൂ ഒരു ഇന്റർവെൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞ് അവര് റോഡ് പണിയാണെങ്കിലും വീട് പണിയാണെങ്കിലും ഒക്കെ അവര് അധ്വാനിക്കാൻ ഇറങ്ങുകയാണ്. അവരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലാതുള്ള മറ്റുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭാഗമായിട്ട് മാറിയത്, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായി പോകും. അല്ലാതെ നമ്മൾ അധികം ദേഹനകാതെ ഇരിക്കുന്നവര് ജിമ്മിലേക്കായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ യോഗ ചെയ്യാനായിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് യോഗ ചെയ്യുമ്പോൾ വിപരീതകരണി മുദ്ര, ശീർഷാസനം ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യോഗ ചെയ്യുന്നവരും പലരും പറയാറുണ്ട്, വിളിച്ച് ചോദിക്കും, സാറേ ഇന്ന് യോഗ ചെയ്തപ്പോൾ പുളിച്ചത് കെട്ടിൽ വന്നല്ലോ, ഒരു വയറൊരു അസ്വസ്ഥത തോന്നിയല്ലോ, അപ്പൊ എന്തൊക്കെ ആസനങ്ങളാണ് ചെയ്തത്? ഞാൻ ധനുരാസനം ചെയ്തപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ധനുരാസനം എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടത്തുള്ള ഒരു വ്യായാമമാണ്. അത് വളരെ പ്രഷർ വരും, വയറിലേക്ക് പ്രഷർ വരും ആ വ്യായാമം ചെയ്യുമ്പോൾ, ആ യോഗ ചെയ്യുമ്പോൾ. ഭക്ഷണം കഴിഞ്ഞൊരു 3.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാമോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെ അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രമേഹമുള്ളവര്, അതുപോലെ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവര്, വൃക്ക സംബന്ധമായ അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. അതുപോലെ തന്നെ യോഗ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുക. അതിനുശേഷമേ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളിലേക്ക് പോകാം. പ്രാണായാമം, ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്യാം. ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്ന ഒരു ആസനമുണ്ട്, വജ്രാസനം, അത് ചെയ്യാം. അതിനൊന്നും തെറ്റില്ല.
പിന്നെ ഈ ജിമ്മിലൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 മണിക്കൂർ 3.5 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് പോകുന്നവര് പോകുന്ന സമയത്ത് ഒരു പഴമോ ഒരു ഗ്ലാസ് ജ്യൂസോ കഴിക്കുന്നതിന് തെറ്റില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അധ്വാനിക്കില്ലേ, ആ സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ താഴേക്ക് പോകും. അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. വിയർപ്പും തളർച്ചയൊക്കെ വരും. അങ്ങനെയുള്ള സമയത്ത് ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ശ്രദ്ധിക്കുക. നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ കയ്യിൽ ഒരു മധുരം കയ്യിൽ കരുതുക, ഒരു പഴം കയ്യിൽ കരുതുക, ഒരു പേരയ്ക്ക കയ്യിൽ കരുതുക. അത് കഴിച്ചുകൊണ്ടൊന്നും ദോഷം വരില്ല, അത് ഗുണമേ ചെയ്യും, തലകറങ്ങി വീഴില്ല. ഹൈപ്പോഗ്ലൈസീമിയയ്ക്കൊക്കെ ചിലപ്പോൾ പോകും, ഷുഗർ ലെവൽ മൊത്തം താഴെ പോകും. അപ്പം ഈ വിവരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഇതുപോലുള്ള ആരോഗ്യ കാര്യങ്ങൾ അറിയുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകൾ. നമസ്കാരം.